അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നന്നായി. അതെന്ത് വേണ്ടാന്ന് വെച്ച് വേണ്ടാന്ന് തോന്നിയ താമസിച്ചിട്ടില്ല, ഇനി ആവാട്ടോ. അല്ല, നിങ്ങൾ തമ്മിൽ രണ്ടാമത് കല്യാണം എന്ന് പറയുന്നുണ്ട്, കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. കുറെ കമന്റിലില്ലേ വിധവയാണെന്നുള്ള കമന്റ് വന്നു. ഇനി വിധവ എന്ന് പറയണ്ട, എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമല്ലോ. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എൻഗേജ് എന്താ പറയുക, മെഹറിട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട. എന്തിനാ ഇങ്ങനെ വിധവ വിധവ പറയുന്നത്? അപ്പോൾ വിധവയല്ല, അപ്പോൾ വേറൊരാളുടെ ഭാര്യയാണ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. മുമ്പൊരു ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞതാണ്, അത് കഴിഞ്ഞില്ലേ, ഒരു ശക്കല കുഴപ്പമുണ്ട്. അത് അതിൻ്റെ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. പിന്നെ അതിന്റെ ശേഷം ഒന്നും അതിനെ കുറിച്ചിട്ടൊന്നും ഇല്ല. ഇല്ല. അപ്പോ ഷറഫലി ലൈഫിൽ നിന്ന് പോയി എന്നാണോ? ഷറഫലി ഒരു ഫ്രണ്ടാണല്ലോ. കൂടെ കാണും, എന്റെ മക്കളെ എല്ലാം നോക്കുന്നുണ്ട്, അവരും അക്സെപ്റ്റ് ചെയ്തു എന്നൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം തിരുത്തി. എന്തോ എങ്ങനെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സാഹചര്യം കൊണ്ട് പറഞ്ഞ ഒരു സംഭവമാണ് ഷറഫലിന്റെ ഒരു കാര്യം. അതും ഞാൻ എൻ്റെ വീഡിയോയില് യൂട്യൂബ് ചാനലിൽ ഒരിക്കലും ഷറഫലിനെ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ജസ്റ്റ് ഞങ്ങള് പുറത്തു പോയൊരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സംഭവം വേറെ ആൾക്കാരെ എടുത്തിട്ടിട്ട് വന്ന കുറെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വരുമ്പോ കാണാറുണ്ട്, റൂം എടുത്ത് താമസിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കല്യാണം റൂം എടുത്ത് താമസിക്കാറുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വരുമ്പോ മീറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ഒരു മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, 2 ദിവസം റൂം എടുത്തു, അവിടെ താമസിച്ചു. എന്തോ എങ്ങനെ വരുമ്പോ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതേപോലെ അവനവന്റെ ഫ്രണ്ട്സും ഞങ്ങളും ഒക്കെ കൂടിയിട്ട് വയനാട് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞു. ഓൾറെഡി ഇത്തടെ കല്യാണം കഴിഞ്ഞു, 15 വർഷം ഒരുമിച്ച് ജീവിച്ചു, ഇക്ക പോയി. അതിനുശേഷം ഒരു കൂട്ട് വേണം എന്ന് തോന്നിയപ്പോഴാണ് ഷറഫലി എന്നൊരാള് ഫ്രണ്ട്ഷിപ്പിലൂടെ കടന്നു വരുന്നതും കല്യാണം കഴിക്കണം എന്നൊരു തീരുമാനത്തിലെത്തുന്നതും. അങ്ങനെയായിരുന്നു നിലവിൽ പറഞ്ഞു വെച്ചിരുന്നത് വരെ. അപ്പൊ അതിൽ നിന്നും പെട്ടെന്ന് മാറാൻ എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ? അത് പറഞ്ഞാല് ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ ഞങ്ങള് ഇക്ക മരിച്ചതിന് ശേഷം വന്നൊരു ഫ്രണ്ടാണ്. നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങൾ അവനോട്, അവൻ്റെ കാര്യങ്ങൾ എന്നോടും പറഞ്ഞിട്ട് അങ്ങനെ ഷെയർ ചെയ്തിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്